morning to you, to the Metropolitan, to the bishops, to you, my brothers and sisters in Christ Jesus. അഭിമന്യ മെത്രാപ്പോലീത്ത തിരുമേനി, മറ്റ് തിരുമേനിമാരെ, വിശ്വാസ സമൂഹമേ, നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. Thank you for another opportunity to preach the gospel of Jesus Christ. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ തക്കവണ്ണം മറ്റൊരു അവസരം ലഭിച്ചതിന് നന്ദിയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. I would like to sing a song for you this morning. നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് ഇന്ന് രാവിലെ പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. And the title of it is simply, Come on People, Let's Sing about the goodness of the Lord. ദൈവത്തിൻ്റെ നന്മയെക്കുറിച്ച് വിവരിക്കുന്നതായിട്ടുള്ള ഒരു പാട്ടാണ്. ദൈവത്തിൻ്റെ നന്മകൾ ഓർത്ത് എപ്രകാരം ദൈവത്തിന് സ്തോത്രം ചെയ്യാമെന്നുള്ളതാണ് ആ പാട്ടിൻ്റെ സാരാംശം. Sing about the goodness of the Lord. Come on, people, let's shout all about God's great reward. For He guides our footsteps every day, keeps us in the narrow way. Come on, people, let's sing about the goodness of the Lord. Come on, people, let's sing about the goodness of the Lord. Come on, people, let's shout all about God's great reward. How He guides our footsteps every day, keeps us in the narrow way. Come on, people, let's sing about the goodness of the Lord. He has been my all and all. Oh, He has been my all and all. Oh, that is why I can sing. That is why I can shout, because I know what it's all about, the goodness of the Lord. Oh, come on, people, let's sing about the goodness of the Lord. Come on, people, let's shout all about His great reward. For He guides our footsteps every day, keeps us in the narrow way. Come on, people, let's sing about the goodness of the Lord. He won't ever let you down. Oh, He won't ever let you down. Oh, that is why I can sing. That is why I can shout, because I know what it's all about, the goodness of the Lord. Come on, people, let's sing. Come on, people, let's shout, for the Lord God
Almighty led us out. There's none like him without a shout. Come on, people, let's sing about the goodness of the Lord. Yes. Thank you very much. Thank you. You should just go ahead and read this for us, please. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പാറയും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, അടിയങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. ആമേൻ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം റോമ ലേഖനം 7-ാം അധ്യായം 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. അത് ഞാനൊന്ന് വായിച്ചുകൊള്ളട്ടെ. റോമ ലേഖനം 7-ാം അധ്യായം 14 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ന്യായപ്രമാണം ആത്മീയമെന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല, പകയ്ക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നു, എങ്കിലോ ന്യായപ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറെ ഒരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ! ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിൻ്റെ പ്രമാണത്തെയും സേവിക്കുന്നു. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Come now, O Lord, in power and in might. അവിടുത്തെ തിരുശക്തിയാൽ ഞങ്ങളുടെ മധ്യേ അവിടുന്ന് എഴുന്നള്ളണമേ. Let the words of my mouth and the meditations of our hearts അടിയങ്ങളുടെ ഹൃദയത്തിലെ ധ്യാനവും അടിയങ്ങളുടെ ചിന്തകളും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. be acceptable in your sight, O God, our strength and our Redeemer. ആമേൻ. Amen. Far more than we would like to admit, American Christianity, and especially black American Christianity, has been accused of being an escapist, otherworldly religion. നമ്മളിൽ അധികം പേരാരും കേൾക്കുവാൻ ആഗ്രഹിക്കാത്ത ചില പരാമർശങ്ങൾ പൊതുവെ ക്രിസ്തീയ സഭയെക്കുറിച്ചും പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള ക്രിസ്തീയ സഭയെക്കുറിച്ചും അതിലും പ്രത്യേകിച്ച് കർത്തവർഗക്കാരുടെ ഇടയിലുള്ള ക്രിസ്തീയ സഭയെക്കുറിച്ചും പറയുന്നുണ്ട്. Our critics say that owing to our irrelevance, we seek to pacify our people with the promise of a better life in some distant future. നമ്മളെ വിമർശിക്കുന്നവർ പറയുന്നതാണ് ഒരു സംഗതി, ഇന്ന് പ്രസക്തി നഷ്ടപ്പെട്ട ഒരു സഭയായിട്ട് ക്രിസ്തീയ സഭ തീർന്നിരിക്കുകയാണ്. ആ പ്രസക്തി നഷ്ടപ്പെട്ട അവസ്ഥയോട് പ്രതികരിപ്പാൻ തക്കവണ്ണം
ഒരു വരുംകാല ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശ മാത്രം ആളുകൾക്ക് നൽകി ആളുകളെ ബലപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഒരു സഭയാണ് ക്രിസ്തീയ സഭ. Or even worse, in some unspecified world to come. നമുക്ക് വ്യക്തമായി പറയുവാൻ സാധിക്കാത്തതായിട്ടുള്ള വരുംകാല ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ്. Our critics say we have little of substance to offer people in the world that is here and now. ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ അവർക്ക് നേരിടേണ്ടതായുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ആവശ്യമായ സംഗതികളൊക്കെ കൊടുക്കുവാൻ ക്രിസ്തീയ സഭയെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാണ് വിമർശകർ പറയുന്നത്. Henry David Thoreau said the mass of people lead lives of quiet desperation. ഹെൻറി എന്ന് പറയുന്നതായിട്ടുള്ള ആള് ഇപ്രകാരം പറയുന്നുണ്ട്, ജനസമൂഹം മുഴുവനും ഇപ്പോൾ നൈരാശ്യത്തിൽ കഴിയുന്നതായിട്ടുള്ള ഒരവസ്ഥയിലാണ്. Our critics agree, and they say Christianity has little to offer those people in their quiet desperation. നമ്മുടെ വിമർശകര് വീണ്ടും പറയുന്ന ഒരു സംഗതി, അവരുടെ നൈരാശ്യത്തിൻ്റെ മധ്യേ അവരെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം തക്ക കാര്യങ്ങളൊന്നും ക്രിസ്തീയ സഭയ്ക്ക് കൊടുക്കാൻ ഇല്ല എന്നുള്ളതാണ് വിമർശകർ പറയുന്നത്. We should not turn a completely deaf ear to our critics. നമ്മുടെ വിമർശകർ പറയുന്നതിനെ അപ്പാടെ നമുക്ക് നിരസിക്കാനായിട്ട് ഒക്കുകയില്ല. For worship hour in some of our American churches can come too much to resemble happy hour. ആരാധനയ്ക്ക് നമ്മൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത്, പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള ചില പ്രത്യേക പള്ളികളിൽ, അത് വലിയ ഒരു സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ അനുഭൂതി നൽകുന്ന അനുഭവങ്ങളാണ്, അവസരങ്ങളാണ്. An hour or so designed to lull us out of reality. ഈ അവസരങ്ങളൊക്കെ ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് അല്പസമയത്തേക്ക് നമ്മളെ മാറ്റി നിർത്തുവാൻ പര്യാപ്തമായിരിക്കാം. An hour or so that becomes for us a temporary reprieve from the harsh realities of life. നമ്മുടെ ജീവിതത്തിൻ്റെ പരിവർത്ത അനുഭവങ്ങളിൽ നിന്ന് തൽക്കാലത്തേക്കുള്ള ഒരു ശമനമായിട്ട് ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ആരാധനകൾ സഹായിച്ചു എന്ന് വരാം. But our worship at its best is not a time to escape from reality. യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള സമയമല്ല നമ്മുടെ ആരാധനാ സമയം എന്ന് പറയുന്നത്. But it is a time to praise God for giving us the strength to go on in spite of the harsh realities of life. നമ്മുടെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒളിച്ചോടുകയല്ല, അതിനെ നേരിടുവാൻ തക്കവണ്ണമുള്ള ബലം ദൈവം നമുക്ക് തന്നു എന്നുള്ളത് ഓർത്ത് സ്തോത്രം ചെയ്യുന്ന അവസരമാണ് ആരാധന എന്ന് പറയുന്നത്. It is not a time to come and act as if life has no struggles. ജീവിതത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല, പ്രതിസന്ധികളില്ല, പ്രയാസങ്ങളില്ല എന്ന് അഭിനയിച്ചുകൊണ്ട് നമ്മൾ ആരാധനയ്ക്ക് വരേണ്ട ആവശ്യമില്ല. As if life has no hardships, no bitter disappointments. നമ്മുടെ ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളോ പ്രതിസന്ധികളോ ഇല്ല എന്ന് നമ്മൾ വിചാരിക്കേണ്ട. But it is a time to come and say, in spite of these things, we will praise God. ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ മധ്യേയും ദൈവത്തെ സ്തുതിപ്പാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ആരാധനയിലൂടെ നമ്മൾ വെളിവാക്കുന്നത്. When we come week in and week out to bow down before God our Maker, ഓരോ ആഴ്ചയിലും നമ്മൾ ആരാധനയ്ക്ക് വരികയും പോവുകയും ചെയ്യുമ്പോൾ we do not come to escape reality. യാഥാർത്ഥ്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു വരവല്ലത്. We come to reaffirm that it is possible to have trust and joy in God. സകല പ്രതിസന്ധികളുടെയും മധ്യേ ദൈവത്തിൽ ആശ്രയിപ്പാനും ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുവാനും സാധിക്കുമെന്നുള്ളത് വീണ്ടും ഉറപ്പിക്കുന്ന അവസരങ്ങളാണ് നമ്മുടെ ആരാധന. Even in the midst of the ever-changing circumstances of life. ജീവിതത്തിൻ്റെ മാറിക്കൊണ്ടിരിക്കുന്ന ഏത് സാഹചര്യത്തിലും ദൈവത്തിലുള്ള ആശ്രയം വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നതാണ് നമ്മുടെ ആരാധന. So today we join in testimony with Habakkuk and the prophets of old. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഹബക്കുക്ക് പ്രവാചകന്റെ സാക്ഷ്യത്തോടുകൂടെ നമുക്കും ചേരുവാനായിട്ട് സാധിക്കുന്നത്. Though the fig tree fails to blossom, അത്തിവൃക്ഷം തളിർക്കയില്ല, and there be no fruit on the vine, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, though the produce of olives fail, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും,
and there be no fruit. അതിന് ഫലമുണ്ടാകുകയില്ല. Fields yield no food. നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല. Though the flock be cut off from the fold, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. and there is no herd in the stall, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല. yet we will rejoice. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. We will exalt in the God of our salvation. എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. God the Lord is our strength. യഹോവയായ കർത്താവ് എന്റെ ബലം ആകുന്നു. Ours is not an escapist religion. നമ്മുടെ മതം എന്ന് പറയുന്നത് അഥവാ ക്രിസ്തീയ സഭ എന്ന് പറയുന്നത് ഒഴിഞ്ഞു മാറുന്നതായിട്ടുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സഭയല്ല. And Christian worship at its best is praise and adoration of our God, even in the face of the stark realities of life. നമ്മുടെ ജീവിതത്തിൻ്റെ പരിപരത്ത അനുഭവങ്ങളുടെ മധ്യേയും ദൈവത്തെ സ്തുതിപ്പാനും അവന് മഹത്വം കൊടുപ്പാനും സാധിക്കുന്നതാണ് നമ്മുടെ ആരാധനയുടെ പ്രധാന വശം എന്ന് പറയുന്നത്. Our Christian hope addresses the real world. യഥാർത്ഥ ലോകത്തിൻ്റെ അനുഭവം എന്താണോ അതിനെ നേരിടുന്നതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. In all its complexity and senselessness. എല്ലാ വിവേകശൂന്യതയുടെയും മധ്യത്തിൽ, എല്ലാ അനിശ്ചിതത്വത്തിൻ്റെയും മധ്യത്തിൽ അതിനെ നേരിടുവാനായിട്ട് നമ്മെ സഹായിക്കുന്നതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. In all its tensions and uncertainties. നമ്മുടെ ഏതെങ്കിലും രീതിയിലുള്ള സംക്ഷോഭത്തിൻ്റെ മധ്യേയും അനിശ്ചിതത്വത്തിൻ്റെ മധ്യേയും നമുക്ക് ദൈവത്തിൽ ആശ്രയിപ്പാനായിട്ട് സാധിക്കുന്നു. In the biblical text before us this morning, നമ്മുടെ മുൻപാകെ വായിച്ചു കേൾപ്പിച്ചതായിട്ടുള്ള ഈ വേദഭാഗത്ത് one hears a man speaking about the real world. ഒരു യഥാർത്ഥ ലോക അനുഭവം എന്താണെന്നുള്ളത് വെളിവാക്കി തരുന്ന ഒരു മനുഷ്യന്റെ അനുഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. To hear him should be enough to dissuade anyone. നമ്മുടെ എല്ലാ സംശയങ്ങളെയും മാറ്റുവാൻ തക്കവണ്ണം ഇദ്ദേഹത്തിൻ്റെ വചനങ്ങളെ നമ്മൾ ശ്രവിച്ചാൽ അത് നമുക്ക് സഹായകരമായി തീരും. From thinking that Christianity does not address the real issues of life. ജീവിതത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ ക്രിസ്തുമതം നേരിടുന്ന ഇല്ല എന്നുള്ള ആ ഒരു പരാമർശനത്തിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ നമ്മെ സഹായിക്കും. In our text this morning, we find the Apostle Paul striving to make sense of an unending inward struggle. നമ്മുടെ ഉള്ളിൽ നടക്കുന്നതായിട്ടുള്ള വലിയ ഒരു സംവാദത്തിൻ്റെ ചിത്രീകരണമാണ് അദ്ദേഹം ഈ വേദഭാഗത്തോടെ നമുക്ക് നൽകുന്നത്. Although he is using the first person personal pronoun I, ഇത് പൗലോസിൻ്റെ സ്വന്തം അനുഭവമായിട്ടാണ് പറയുന്നതെങ്കിലും it is not long before we recognize that he is really speaking for all of us. ഇത് നമ്മൾ എല്ലാവരുടെയും കാര്യമാണ് ഈ ഭാഗത്ത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. Although his language is convoluted and filled with his own sense of angst. അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ സങ്കീർണം ആണ് എന്ന് വരിയിൽ തന്നെയും നമുക്ക് അത് കൂടുതലായിട്ട് ഗ്രഹിപ്പാനായിട്ട് തുടർന്ന് സാധിക്കും. And anxiety, he is really speaking for us. നമ്മുടെ ആശങ്കയുടെ മധ്യേ നാം ശരിയായ രീതിയിൽ അതിനെ എങ്ങനെ നേരിടണമെന്നുള്ളതാണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. Listen to Paul as he speaks of his inner turmoil. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നടക്കുന്നതായിട്ടുള്ള ആ ഒരു വലിയ വടംവലിയും അതിൽ നിന്നുണ്ടാകുന്ന സംക്ഷോഭവും എന്താകുന്നു എന്നുള്ളത് പൗലോസ് ഈ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. That which I engage in and complete is the very thing I do not approve of. ഞാൻ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ലാത്ത സംഗതി തന്നെയാണ്. And that which I know is wrong and do not want to do is the very thing I end up doing. ഞാൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് എനിക്ക് അറിയാമെങ്കിലും ഞാൻ അത് ചെയ്തു പോകുന്നു. Paul reminds us that we all carry within our hearts two natures. നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ രണ്ട് രീതിയിലുള്ള പ്രാകൃതമുണ്ട്, പ്രകൃതി ഉണ്ട് എന്നുള്ളത് പൗലോസ് പറയുന്നു. Two spirits. രണ്ട് പ്രമാണങ്ങളുണ്ട്. Two desires. രണ്ട് രീതിയിലുള്ള ആഗ്രഹങ്ങളുണ്ട്. Two impulses. നമ്മുടെ ഉള്ളിലുള്ള ഉദ്ബോധനങ്ങൾ രണ്ട് രീതിയിലുണ്ട്, പ്രചോദനങ്ങൾ. That struggle against each other. ഈ രണ്ട് കാര്യങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വടം വലിച്ചുകൊണ്ടിരിക്കുക. One of them wants to do good.
അതിൽ ഒരു വശത്തിന് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, and the other tries to hinder the good we want to do. എന്നാൽ മറുവശമാണെന്ന് വരികിൽ ആ നന്മയെ തിരസ്കരിക്കുവാനുള്ള പ്രേരണ തരുന്നതാണ്. Some people are uncomfortable with this kind of tension being found in a Christian. ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയത്തിൽ ഇപ്രകാരമുള്ള ഈ വടംവലി നടക്കുന്നു എന്നുള്ളത് ചിലർക്ക് അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. So when they read this passage, they say, അവര് ഈ വേദഭാഗം വായിക്കുമ്പോൾ അവർ ഇപ്രകാരം പറയുന്നു, oh, that is the experience of Paul before his conversion. അത് പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തരത്തിന് മുൻപ് അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ ഈ പറയുന്നതെന്നാണ് അവർ പറയുന്നത്. They say that's the experience of Paul before he met the Lord on the Damascus road. യേശുക്രിസ്തുവിനെ കണ്ടെത്തുന്നതിന് മുമ്പ്, ദമാസ്കസ് റോഡിൽ കണ്ടെത്തുന്നതിന് മുൻപ് നടന്ന അനുഭവങ്ങളാണ് ഇവിടെ പൗലോസ് പറയുന്നതെന്നാണ് ഈ വിമർശകർ പറയുന്നത്. But I submit to you this morning that even Christians feel this struggle of two desires. എന്നാൽ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം, സകല ക്രിസ്ത്യാനികളുടെയും ഉള്ളിൽ ഈ രണ്ട് സാഹചര്യങ്ങൾ തമ്മിലുള്ള വടംവലികൾ ഉണ്ട്. Pulling in different directions. വിവിധ തലങ്ങളിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ടുള്ള സമ്മർദ്ദം നമ്മുടെ ഉള്ളിലുണ്ട്. And when we own up to that, നമ്മളത് അംഗീകരിക്കുമ്പോൾ we don't have to put on നമുക്ക് അഭിനയിക്കേണ്ട ആവശ്യം പിന്നീട് വരികയില്ല. and make people think we are better than what we are. നമ്മൾ മറ്റുള്ളവരെക്കാൾ മെച്ചമാണെന്ന് കാണിക്കേണ്ട ആവശ്യവും അവിടെ വരികയില്ല. Paul is talking to us. പൗലോസ് അപ്പോസ്തലൻ നമ്മളോടാ പറയുന്നത്, and he is dealing with the real world. ലോകത്തിന്റെ യാഥാർത്ഥ്യ അനുഭവങ്ങളെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. He is speaking of present experience. നമ്മുടെ ഇപ്പോഴത്തെ അനുഭവത്തെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്. Paul recognized that the power of sin had been broken in his life when he accepted Christ. പൗലോസ് അനുഭവിച്ചതാണ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നുള്ള ഒരു വിടുതൽ പൗലോസിനെ ലഭിച്ചു എന്നുള്ളത് പൗലോസ് അംഗീകരിക്കുന്നു. But he also recognized that sin was a power from which he had yet fully to escape. എന്നാൽ ഇപ്പോഴും പൗലോസ് വിശ്വസിക്കുന്നത് ഈ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ഞാൻ അനുഭവിച്ചില്ല, ആ വിടുതൽ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ള സത്യമാണ്. His liberation from sin had begun. പാപത്തിൽ നിന്നുള്ള വിടുതൽ അവിടെ ആരംഭിച്ചിരിക്കുന്നു. But it was not yet complete. അത് ഇതുവരെയും പൂർണ്ണമായിട്ടില്ല. As long as Paul was in his sinful flesh, ഈ പാപത്തിന് അധീനമായിട്ടുള്ള ശരീരത്തിൽ വസിക്കുന്നിടത്തോളം കാലം he had a daily battle with these two diverse impulses. ഈ രണ്ട് രീതിയിലുള്ളതായിട്ടുള്ള പ്രചോദനത്തിന്റെ മധ്യേ കിടന്ന് പൗലോസ് ഇവിടെ ഉഴലുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. And so do we. അതുപോലെ തന്നെയാണ് നമ്മുടെയും അനുഭവം. You say this is true even for Christians? ഇത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ശരിയായ സംഗതിയാണോ? Yes. തീർച്ചയായിട്ടും ശരിയായ സംഗതി തന്നെയാണ്. The further you advance in the Christian life, you don't become less aware of your shortcomings. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ വളരും തോറും നമ്മുടെ കുറവുകളെ കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധ്യമുള്ളവരായി തീരുകയാണ്. You become more aware. നമ്മളെ കുറിച്ച് കൂടുതൽ കൂടുതൽ അവബോധം നമുക്കുണ്ടാകുകയാണ്. It is the clarity of the gospel that makes us more conscious. സുവിശേഷത്തിന്റെ വെളിച്ചമാണ് നമുക്ക് ഈ വലിയ അവബോധം നൽകുന്നത്. More conscious of our continuing sinfulness and shortcomings. നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെക്കുറിച്ചും പാപത്തിന്റെ അടിമത്തത്തെക്കുറിച്ചുള്ള അവബോധം തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത് ഈ സുവിശേഷത്തിന്റെ വെളിച്ചത്തിലാണ്. Did you not know it is actually dangerous sometimes to come to church and hear the gospel? ഈ സുവിശേഷം നമ്മൾ കേൾക്കാൻ തക്കവണ്ണം ദേവാലയത്തിൽ നമ്മൾ കൂടെ കൂടി വരുന്നത് ചിലപ്പോൾ അപകടമുണ്ടാക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? For if we hear the gospel consistently, വചനം നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുകയാണെങ്കിൽ we actually begin to understand the gospel. നമ്മൾ സുവിശേഷം ശരിക്കും മനസ്സിലാക്കും. And when we begin to understand the gospel, സുവിശേഷം ശരിക്കും മനസ്സിലാക്കുമ്പോൾ we begin to see just how far we are. നമ്മൾ എന്തുമാത്രം ദൈവത്തിങ്കിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു എന്നുള്ള സത്യവും നമ്മൾ മനസ്സിലാക്കും.
from what God is calling us to be. നമ്മൾ ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ വിളിച്ചതിൽ നിന്ന് എന്തുമാത്രം നമ്മൾ അകന്നു പോയിരിക്കുന്നു. This may not be the case for those who have come to see the church as a glorified social club. ഇത് ഞാൻ പറഞ്ഞത് പള്ളിയിൽ ആരാധനയിൽ സംബന്ധിക്കാൻ വരുന്നവരെ കുറിച്ചാണ്. എന്നാൽ ചില ആളുകൾ പള്ളിയിൽ ഒരു സാമൂഹ്യ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വരുന്നവരുണ്ട്. Where we come to hold bazaars and style shows and raise money for new carpet. അവരെ വിചിത്രമായിട്ടുള്ള ചില പരിപാടികളൊക്കെ സംഘടിപ്പിച്ച് എങ്ങനെ പണം ഉണ്ടാക്കാം, പള്ളിക്ക് ഫണ്ട് റേസ് ചെയ്യാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ വന്നവരാ. But if you come to church to hear the gospel, സുവിശേഷം കേൾപ്പാനായി നിങ്ങൾ ദേവാലയത്തിലേക്ക് വരികയാണെങ്കിൽ the gospel eventually has an effect on you. ഈ സുവിശേഷത്തിന് നിങ്ങളിൽ വലിയ ഒരു സ്വാധീനം ഉണ്ടാക്കുവാൻ കഴിയും. For example, ഉദാഹരണമായിട്ട് there was a time when you thought it was all right to get back at people you felt had done you wrong. നിങ്ങളോട് ഏതെങ്കിലും രീതിയിൽ വിരോധം ചെയ്തിട്ടുള്ളവർക്ക് പകരം കൊടുക്കുക എന്നുള്ളത് ശരിയാണെന്ന് നിങ്ങൾ ധരിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരിക്കാം. But in the preaching of the gospel, you heard the Lord say, ഈ സുവിശേഷം നിങ്ങൾ കേൾക്കുമ്പോൾ അവിടെ കർത്താവ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേൾപ്പാനിടയാകും. Vengeance is mine, saith the Lord, I will repay. പ്രതികാരം യഹോവയ്ക്കുള്ളത്, ഞാൻ പകരം വീട്ടും. There was a time when you thought you were justified in not liking people who did not like you. നിന്നെ ഇഷ്ടമില്ലാത്തവരെ ഒക്കെയും വെറുക്കുന്ന ഒരു അനുഭവം നിനക്ക് ഉണ്ടായിട്ടില്ലേ? But in the preaching of the gospel, you heard the Lord say, എന്നാൽ സുവിശേഷം നിങ്ങൾ കേൾക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. be good to people who don't like you. നിന്നെ ഇഷ്ടമില്ലാത്തവരെ നീ ഇഷ്ടപ്പെടണം. And pray for those who mistreat you. ശത്രുക്കളെ നീ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. There was a time when you thought you were supposed to hold on tightly to everything you got. നിനക്ക് ലഭിക്കുന്നതൊക്കെ നീ പിടിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ചിന്ത നിനക്കൊരു കാലത്തുണ്ടായിരുന്നു. And you prayed a very selfish prayer. നിങ്ങൾ സ്വയം നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. Lord, bless me and mine, us four and no more. എന്നെയും എനിക്കുള്ളതിനെയും മാത്രം അനുഗ്രഹിക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന ചില സ്വാർത്ഥ പ്രാർത്ഥനകൾ. But in the preaching of the gospel, you heard the Lord say, എന്നാൽ സുവിശേഷം കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ശ്രവിപ്പാൻ സാധിക്കും. give and it shall be given unto you. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. Good measure, നല്ല അമർത്തിക്കുലുക്കി കൊടുപ്പീൻ, pressed down, നിങ്ങൾ അളവ് നിങ്ങളുടെ മടിയിൽ തരും, shaken together and running over. അത് മതി വരുവോളം നിങ്ങൾക്ക് ദൈവം തന്നുകൊണ്ടിരിക്കും. There were some things that happened to you നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില അനുഭവങ്ങളിൽ that you absolutely could not find it in your heart to forgive. മറ്റുള്ളവരോട് യഥാർത്ഥമായിട്ട് ക്ഷമിക്കാനായിട്ട്, ഹൃദയംഗമായിട്ട് ക്ഷമിക്കാനായിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരത്തില്ല. But in the preaching of the gospel, എന്നാൽ സുവിശേഷം ഘോഷിക്കുന്ന അവസരത്തിൽ you heard Peter say to the Lord, പത്രോസ് എന്താണ് പറയുന്നത് കർത്താവിനോട് എന്നുള്ളത് നിങ്ങൾക്ക് ശ്രവിപ്പാനിടയാകും. how many times shall I forgive my brother? ഞാൻ എൻ്റെ സഹോദരനോട് എത്ര പ്രാവശ്യം ക്ഷമിക്കണം എന്ന് പത്രോസ് ചോദിക്കുന്നു. 7? 7 പ്രാവശ്യം മതിയോ? No, says Jesus. യേശു പറയുന്നത് അല്ല, 77 ഈ times. 70 വട്ടം ക്ഷമിക്കണം. My Lord, in my country back in 2015, 2015 ഞാൻ വസിച്ചിരുന്ന ദേശത്ത് a young white supremacist named Dylan Roof ഒരു വെള്ളക്കാരുടെ ഒരു അപ്രമാദിത്യം വഹിച്ചിരുന്ന ഒരു വെള്ളക്കാരൻ ഒരിക്കൽ entered a historically black church in Charleston, South Carolina. ചാൾസ്റ്റൺ എന്ന് പറയുന്നതായുള്ള സ്ഥലത്ത് പൗരാണികമായിട്ടുള്ള കർത്തവർഗ്ഗക്കാരുടെ ഒരു പള്ളിയിൽ അദ്ദേഹം വന്നു. This black church welcomed this young white man into their Bible study. ഈ കർത്തവർഗ്ഗക്കാരുടെ പള്ളിയിൽ ഈ വെള്ളക്കാരൻ വന്നപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. They did not know at that time he had hate in his heart for them. അവന്റെ മനസ്സിൽ ഈ കർത്തവർഗ്ഗക്കാരോടുള്ള വിദ്വേഷമുണ്ട് എന്നുള്ളത് ആ സമയത്ത് ഈ കർത്തവർഗ്ഗക്കാർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചില്ല.
He sat with the unsuspecting members of that church for a while. ആ പള്ളിയിലുള്ള അംഗങ്ങളോടുകൂടെ യാതൊരു സംശയത്തിനും ഇട കൊടുക്കാതെ അദ്ദേഹം കുറെ നേരം ഇരുന്നു. And then got up and pulled out a gun. കുറെ നേരം കഴിഞ്ഞപ്പോൾ എണീറ്റ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്തു. And shot 9 of them to death at close range. അവിടെ ഇരുന്ന 9 പേരെ വെടിവെച്ച് കൊന്നു, including the pastor. അവിടുത്തെ അച്ഛനെയും വെടിവെച്ചു. He then fled the scene. ആ രംഗത്തു നിന്ന് പെട്ടെന്ന് അയാൾ ഓടിപ്പോയി. The police apprehended him a day or two later. 1-2 ദിവസം കഴിഞ്ഞപ്പോൾ അയാളെ പോലീസ് പിടിച്ചു. And he told the police he hated black people. പോലീസിനോട് അയാൾ ഇപ്രകാരമാണ് പറഞ്ഞത്, ഈ കറുത്ത വർഗ്ഗക്കാരെ എനിക്ക് കണ്ടുകൂടാ, അവരെ ഞാൻ വിദ്വേഷിക്കുന്നു. And he hated what that church stood for. ആ പള്ളി എന്തിനു വേണ്ടി നിലനിൽക്കുന്നോ അതിനെയും ഞാൻ വിദ്വേഷിക്കുന്നു. The country was shocked at such violence. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ ഒരു വലിയ സംഭവത്തിൽ ദേശം മുഴുവനും നടുങ്ങിപ്പോയി. Within the walls of the church at prayer meeting. ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ സമൂഹത്തിൽ, ഒരു പള്ളിക്കുള്ളിൽ ഇതുപോലെയുള്ളൊരു കൊല നടന്ന സംഭവം നടുക്കത്തോടു കൂടി മാത്രമേ മറ്റുള്ളവർക്ക് ശ്രവിപ്പാനിടയായിട്ടുള്ളൂ. The prosecuting attorney let it be known അയക്കു വേണ്ടി വാദിച്ചിരുന്നതായുള്ള വക്കീല് that he would seek the death penalty against the young white man. ഇയാൾക്ക് എങ്ങനെയെങ്കിലും വധശിക്ഷ ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ കേസ് വാദിക്കാനായിട്ട് അയാൾ ശ്രമിച്ചു. For what he did to those 9 innocent blacks in that church. 9 പേരെ കൊന്ന ആ ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും വധശിക്ഷയ്ക്ക് അയാൾ യോഗ്യനാണ്. അതുകൊണ്ട് വധശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം എന്നൊരു വാശി ഈ വക്കീലിനുണ്ടായിരുന്നു. It became known as the murders of the Charleston 9. ഇത് ചാൾസ്റ്റൺ 9 അല്ലെങ്കിൽ ചാൾസ്റ്റൺ 9 എന്ന് പറയുന്നതായിട്ടുള്ള പേരിൽ പിന്നീട് അറിയപ്പെടുന്ന വലിയൊരു സംഭവമായിട്ട് മാറി. But the country was shocked again a few days later. എന്നാൽ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ രാജ്യം മുഴുവനും വീണ്ടും നടുങ്ങിപ്പോയി. When some of the loved ones of those who had been murdered ഈ കൊല ചെയ്യപ്പെട്ടവരുടെ ചില ബന്ധുക്കള് they went on television and said, അവരെ ടെലിവിഷനിലൂടെ ഇപ്രകാരം പറഞ്ഞു, we forgive the young man who is accused of these horrible crimes. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കൊന്ന ഈ മഹാപാതകം ചെയ്ത ആ വ്യക്തിയോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. A few days later, കുറേ ദിവസം കഴിഞ്ഞപ്പോൾ they went on TV. ടിവിയിലൊക്കെ ആ വാർത്തകൾ വന്നു. Said, we forgive this young man who shot our mothers. ഞങ്ങളുടെ അമ്മമാരെ കൊന്നവനോട്, fathers, ഞങ്ങളുടെ cousins, അപ്പന്മാരെ കൊന്നവനോട്, uncles, ഞങ്ങളുടെ ബന്ധുക്കളെ കൊന്നവരോട്, and yes, even our pastor. ഞങ്ങളുടെ അച്ഛനെ കൊന്നവനോട് We forgive ഞങ്ങൾ him. ക്ഷമിച്ചിരിക്കുന്നു. And we hope the government will not seek the death penalty. അതുകൊണ്ട് ഗവൺമെന്റ് യാതൊരു രീതിയിലും ഇവന് വധശിക്ഷ നൽകുകയില്ല എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. How could they say such a thing so soon after the murders? ഈ ഒരു വലിയ കൊലപാതകത്തിന് ശേഷം എങ്ങനെയാണ് ഈ ആളുകൾക്ക് ഇതേ രീതിയിൽ പ്രതികരിക്കാനായിട്ട് സാധിച്ചത്? Because these Christian people had heard the gospel of Jesus Christ. എന്തുകൊണ്ടെന്നാൽ ഇവർ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം കേട്ടിട്ടുള്ളവരായതുകൊണ്ടാണ്. And they knew in their hearts അവരുടെ ഹൃദയത്തിൽ അവർക്കത് ബോധ്യപ്പെട്ടു. that you cannot stomp out hate with more hate. നിങ്ങൾ വിദ്വേഷം കൊണ്ട് വിദ്വേഷത്തെ ജയിക്കാൻ ഒക്കത്തില്ല. You cannot stomp out violence with more violence. നിങ്ങൾക്ക് ശല്യം കൊണ്ട് മറ്റ് ശല്യക്കാരെ ജയിക്കാനായിട്ട് ഒക്കുകയില്ല. Love for one another അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സ്നേഹിക്കുക is the only thing that will heal our land. നമ്മൾക്ക് സൗഖ്യം തരുന്നത് ഈ പരസ്പര സ്നേഹമത്രേ. How could they do this so soon after the shooting? എങ്ങനെയാണ് അവരുടെ സ്വന്തക്കാരെ വെടിയേറ്റ് മരിച്ചു കിടക്കുമ്പോൾ അത് ഇവർക്ക് ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുവാനായിട്ട് സാധിക്കുന്നത്? How could they say so soon after the shooting, we forgive him? ഞങ്ങൾ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറവാൻ തക്കവണ്ണം അവർക്ക് എങ്ങനെ സാധിച്ചു? Because they heard the gospel. എന്തുകൊണ്ടെന്നാൽ അവർ സുവിശേഷം കേട്ടവരായതുകൊണ്ടാണ്. And when you hear the gospel, നിങ്ങൾ സുവിശേഷം കേൾക്കുമ്പോൾ and obey the gospel, അത് അനുസരിക്കുമ്പോൾ it makes a difference in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. Yes,
ശരി തന്നെ. There were some people in the community who wanted what they were calling for justice. സമൂഹത്തിൽ ചില ആളുകൾ പറഞ്ഞു ഇപ്രകാരമുള്ള സംഭവങ്ങൾ നടത്തുമ്പോൾ അവിടെ നീതി നിറവേറ്റപ്പെടണം എന്ന് വാദിച്ച ചില ആളുകളുണ്ട്. They wanted the young man to be tried, convicted and put to death. ഈ നീതി നിറവേറ്റപ്പെടണമെന്ന് പറഞ്ഞ ആളുകൾ പറഞ്ഞത് ഈ മനുഷ്യനെ അവിടെ കൊലയ്ക്ക് വിധിക്കപ്പെടണം എന്നുള്ളത് തന്നെയാണ്. But so many members of that church, ആ പള്ളിയിലെ അനേക ആളുകള്, especially those who lost loved ones, അവരുടെ പ്രിയപ്പെട്ടവര് നഷ്ടപ്പെട്ടിട്ടുള്ളവര്, they said no. അവര് പറഞ്ഞു ഇല്ല, ഒരിക്കലുമില്ല, we forgive him ഞങ്ങൾ അവനോട് ക്ഷമിച്ചിരിക്കുന്നു. because we have heard and believed the gospel. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ സുവിശേഷം കേൾക്കുകയും കേട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ്. And we know that more hate and violence is not the answer. പരസ്പരമുള്ള വിദ്വേഷം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഉത്തരമല്ല. No, my brothers and sisters. എൻ്റെ പ്രിയ സഹോദര സഹോദരികളെ, The further we go in the Christian life, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ we become more conscious നമ്മൾ കൂടുതൽ കൂടുതൽ അവബോധമുള്ളവരായി തീരും of just how far we are from what God is calling us to be. ദൈവം ആഗ്രഹിക്കുന്നതിൽ നിന്ന് നമ്മൾ എത്രയോ അകലെയാകുന്നു എന്നുള്ള ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടാകും. We become more aware of this inner struggle. നമ്മുടെ ഉള്ളിൽ നടക്കുന്നതായിട്ടുള്ള വലിയ ആ ഒരു സംവാദത്തിന്റെ ആ വടംവലിയുടെ അനുഭവം എന്താണെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. When someone murders your loved ones, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും കൊല ചെയ്യുകയാണെങ്കിൽ it takes great faith ഇത് നമുക്ക് അതിനെ അഭിമുഖീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. to say we forgive him. അവരോട് ക്ഷമിക്കുന്നു എന്ന് പറയുവാനായിട്ട് തികച്ചും ബുദ്ധിമുട്ടുള്ള സംഗതി തന്നെയാണ്. We become more aware of this inner struggle. നമ്മുടെ ഉള്ളിൽ നടക്കുന്നതായുള്ള വടംവലിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അവബോധമുള്ളവരായിട്ട് മാറും. Because when we consistently hear the gospel, നമ്മൾ സുവിശേഷം നിരന്തരമായി കേൾക്കുമ്പോൾ we know what the Lord requires. എന്താണ് നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. And we know that at some point ചില രംഗങ്ങളിൽ, ചില മേഖലകളിൽ we will be called on to live out our faith. നമ്മുടെ ഈ വിശ്വാസം പലപ്പോഴും നമുക്ക് ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളത്. Lord, help me to believe the gospel. കർത്താവേ, സുവിശേഷത്തിൽ വിശ്വസിപ്പാനായിട്ട് നീ ഞങ്ങളെ ശക്തീകരിക്കണമേ. Enough to say like those people whose loved ones were murdered. പ്രിയപ്പെട്ടവരൊക്കെയും മരിച്ചു കഴിയുമ്പോൾ, കൊല ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ഇങ്ങനെ പറയുവാൻ സാധിക്കുന്ന ഒരു അനുഭവം എത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. We forgive him. അവനോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞ ആ ഒരു വലിയ ക്ഷമ. So when Paul says, പൗലോസ് പറയുന്നു, that which I engage in and complete ഞാൻ ഏതിനകത്താണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്, is the very thing I do not approve of. എന്നാൽ ഞാൻ ആഗ്രഹിക്കാത്ത പല സംഗതികളാണ് ഞാൻ ചെയ്തു പോകുന്നത്. He is talking about us. അത് നമ്മളെക്കുറിച്ചാണ് പൗലോസ് പറയുന്നത്. And when he says, പൗലോസ് അങ്ങനെ പറയുമ്പോൾ, that which I know is wrong and do not want to do, അത് തെറ്റാണെന്ന് അറിയാം, പക്ഷെ അത് ചെയ്യരുത് എന്ന് നമുക്കറിയാം, is the very thing I end up doing. എന്നാൽ അത് തന്നെയാണ് ഞാൻ ചെയ്തു പോകുന്നത്. He is talking about us. പൗലോസ് നമ്മളെക്കുറിച്ച് ഈ കാര്യങ്ങൾ പറയുന്നത്. Paul is right. പൗലോസ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നു. Even in the Christian's life, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഇത് വളരെ യാഥാർത്ഥ്യമായി മാറണം. there is this ongoing struggle between two spirits in one heart. രണ്ട് രീതിയിലുള്ള പ്രമാണങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പൊരുതിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. These two spirits, ഈ രണ്ട് പ്രമാണങ്ങൾ, two natures, അത് രണ്ട് പ്രകൃതികൾ, two impulses, നമ്മുടെ ഉള്ളിലുള്ള രണ്ട് പ്രചോദനങ്ങൾ follow us throughout our നമ്മുടെ lives. ജീവിതകാലം മുഴുവനും നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. They express themselves അത് നമ്മളിലൂടെ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. in our passion, നമ്മുടേതായിട്ടുള്ള ആ ജീവിത മാർഗങ്ങളിൽ, emotion, നമ്മുടെ വൈകാരിക തലങ്ങളിൽ, and conduct. നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ. One spirit tells us to love people. നമ്മ ആത്മാവിൻ്റെ ഒരു പ്രമാണം നമ്മളോട് പറയുന്നു, നീ ആളുകളെ സ്നേഹിക്കണം. The other spirit makes us dislike people. മറ്റ് പ്രമാണം നമ്മളോട് പറയുന്നു, നീ ആളുകളെ വിദ്വേഷിച്ചുകൊണ്ടിരിക്കുക. One spirit encourages us to be peacemakers. നമ്മൾ സമാധാനം ഉണ്ടാക്കേണ്ടവരാകുന്നു എന്ന് നമ്മുടെ ഒരു ഭാഗം നമ്മളോട് പറയും.
The other spirit encourages us to stir up trouble. എന്നാൽ മറ്റേ ഭാഗം നമ്മളോട് അവിടെ കലക്കമുണ്ടാക്കാനായിട്ടാണ് പറയുന്നത്. One spirit leads us to meditate on the good and the holy. വിശുദ്ധിയിൽ ആരാധിപ്പാനും അതിനെ ധ്യാനിപ്പാനും ഇതിൽ ഒരു പ്രമാണം നമ്മളോട് പറയും. While the other spirit fills our minds with evil and ugliness. എന്നാൽ മറ്റേ ഭാഗം നമ്മളോട് അവിശുദ്ധമായിട്ടുള്ള സംഗതികളാൽ നിറയ്ക്കാനായിട്ട് പറയും. One spirit puts kindness on our lips. നമ്മുടെ നാവിൽ ആവശ്യമായ ആർദ്രത തരുന്നത് ഒരു ഭാഗമാണ്. While the other spirit puts poison in എന്നാൽ our മറ്റേ mouth. പ്രമാണം നമ്മുടെ നാവിൽ വിഷം കുത്തിവെക്കുകയാണ്. One spirit teaches us the wisdom of a silent tongue. നമ്മുടെ നാവിനെ നിശബ്ദമാക്കി ഇരുത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ഒരു പ്രമാണം നമ്മളോട് ആവശ്യപ്പെടും. While the other spirit tells us എന്നാൽ മറ്റേ പ്രമാണം നമ്മളോട് പറയുന്നത് that it is all right to say anything about anybody. നിനക്ക് ബെല്ലും ബ്രേക്കുമില്ലാതെ വായി വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് മറ്റേ പ്രമാണം നമ്മളോട് പറയും. As long as you say bless his heart at the end of it. അതിൻ്റെ എല്ലാ അവസാനത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മൾ പറയുകയും ചെയ്യും. So Paul is speaking the condition of all of us. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് പറയുന്നത്. Right now, ഇപ്പോൾ തന്നെ, right here, ഇവിടെ തന്നെ, today, ഇന്ന് തന്നെ, when I would do good, ഞാൻ ഏതാണ് ചെയ്യേണ്ടത്? evil is present with me. എന്നോടുകൂടെ ആ നാശകരമായ ഒരു വശം എന്നിലുണ്ട്. There are two spirits struggling against each രണ്ട് other പ്രമാണങ്ങൾ എന്നിൽ ഇങ്ങനെ വടംവലി നടത്തിക്കൊണ്ടിരിക്കുന്നു. in our hearts. എൻ്റെ ഹൃദയത്തിൽ ഈ വടംവലി ഉണ്ട്. But we are not without hope. എന്നാൽ നമ്മൾ പ്രത്യാശയില്ലാത്തവരല്ല. Thanks be to God. ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. We have been delivered through Jesus Christ. യേശു ക്രിസ്തുവിൽ നമ്മൾ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. For if you know Christ, യേശുവിനെ നീ അറിയുകയാണെങ്കിൽ, while we have not fully escaped from the power of sin, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടുതൽ പ്രാപിച്ചിട്ടില്ലെങ്കിലും we are no longer slaves to sin. എന്നാൽ പാപത്തിന്റെ അടിമയായിട്ട് നമ്മൾ തുടരുന്നില്ല. It is possible through Jesus Christ യേശു ക്രിസ്തുവിലൂടെ ഇത് സാധ്യതമാണ്. to choose the right. ശരിയായതിനെ തെരഞ്ഞെടുപ്പാൻ അവൻ നമ്മെ സഹായിക്കും. It is possible through Jesus Christ യേശു ക്രിസ്തുവിലൂടെ ഇത് സാധ്യതമാണ്. to place oneself under the discipline of the gospel. വേണ്ട രീതിയിലുള്ള ഒരു ഡിസിപ്ലിനിലേക്ക് സുവിശേഷത്തിന്റെ കീഴിൽ നമ്മളെ കൊണ്ടുവരുവാൻ അത് നമ്മെ സഹായിക്കും. And say, I want to live so God can use me. ദൈവം എന്നെ ഉപയോഗിപ്പാൻ തക്കവണ്ണം ഞാൻ എന്നെ സമർപ്പിച്ചു തരുന്നു എന്ന് അവിടെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. Anytime ഏത് സമയത്തും or anywhere. ഏത് സ്ഥലത്തും I want to live എനിക്ക് ക്രിസ്തുവിനോട് കൂടി ജീവിക്കണം. so God can use me. ദൈവത്തിന് എന്നെ ഉപയോഗിപ്പാൻ സാധിക്കും. As a young pastor many years ago now, വളരെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ചെറുപ്പക്കാരനായ ഒരു അച്ഛനായിരുന്ന സമയത്ത് I was driving an old 1970 Ford. എനിക്ക് പഴയ ഒരു കാർ ഉണ്ടായിരുന്നു, ഒരു ഫോർഡ് കാർ. And I desperately needed some new tires. ഈ ഇതിൻ്റെ ടയറുകൾ മുഴുവനും തേഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് പുതിയ 4 ടയർ വേണമായിരുന്നു. To get back and forth to my church. എൻ്റെ പള്ളിയിലേക്ക് എല്ലാ ഞായറാഴ്ചയും പോയി വരുവാനായിട്ട് 40 miles west of my hometown in Corpus 40 Christi. മൈലോളം എനിക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. On that old car, I had some Maypop tires. അതിനകത്ത് ഇവിടെ ഇട്ടിരിക്കുന്ന തേഞ്ഞ ടയറുകളാണല്ലോ ഞാൻ ഇട്ടിരിക്കുന്നത്. By which I mean they may pop any minute. ഏത് സമയത്തും അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുള്ള ടയറുകളാണ്. So almost every Sunday, എല്ലാ ഞായറാഴ്ചയും driving to and from my church, എൻ്റെ പള്ളിയിൽ നിന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുമ്പോൾ I experienced a blowout ചില സമയങ്ങളിൽ എൻ്റെ ടയർ വെടിതീർന്നു പോയിട്ടുണ്ട്. on one of my badly worn out tires. എൻ്റെ ഈ ടയറുകൾ ഉപയോഗശൂന്യമായ ഈ ടയറുകൾ പലപ്പോഴും എനിക്ക് പ്രശ്നങ്ങൾ വരുത്തി തീർത്തിട്ടുണ്ട്. I had a cousin എനിക്ക് എൻ്റെ ഒരു ബന്ധത്തിൽപ്പെട്ട സഹോദരനുണ്ട്. who drove a big 18-wheeler. 18 ചാടുകൾ ഉള്ളതായിട്ടുള്ള ഒരു വലിയ വണ്ടി ഓടിക്കുന്നതാണ് അദ്ദേഹം. Transporting goods for a company. സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാനായിട്ടാണ് ഈ വലിയ വണ്ടി അദ്ദേഹം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. One day he told me ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, he could get me 4 brand new tires നിനക്ക് 4 നല്ല പുതിയ ടയർ ഞാൻ തരാം. for $10 a piece. ഒരു ടയറിന് നീ $10 മാത്രം തന്നാൽ മതി.
How many rupees is that? Almost 100 rupees. 1,000. $10 a piece. 1000 രൂപ. Okay. Of course, they were tires he had stolen from the trucking company. അപ്പോൾ ഈ എവിടുന്നാണ് ഇദ്ദേഹം ഇത്ര വില കുറച്ച് ഈ ടയർ എനിക്ക് തരാമെന്ന് പറഞ്ഞതെന്ന് അറിയാവോ? അദ്ദേഹം ഈ 4 ടയറുകളും മോഷ്ടിച്ചതാ. But I must be honest with you. ഞാൻ നിങ്ങളോടുള്ള കാര്യം പറയണമല്ലോ. And tell you that I needed those tires so badly. എനിക്ക് ഇപ്പം ടയർ വളരെ അത്യാവശ്യമാണ്. That my two natures kicked in. എൻ്റെ ഉള്ളിലുള്ള 2 പ്രകൃതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വടംവലിക്കാൻ തുടങ്ങി. One nature in me said, എന്നിലുള്ള ഒരു പ്രകൃതം എന്നോട് പറഞ്ഞു, you know you have been needing some tires. നിനക്ക് പുതിയ ടയർ അത്യാവശ്യമാണെന്ന് നിനക്കറിയാമല്ലോ. This could be a blessing in disguise. ഇത് ദൈവം തമ്പുരാൻ നിനക്ക് നൽകിയ ഒരു അവസരമാണ്, ഒരു അനുഗ്രഹമാണ്. A new set of tires നിനക്ക് 4 പുതിയ ടയറുകൾ കിട്ടിയ from the black market. ഇത് മോഷ്ടിച്ചെടുത്തതാണ്. That will cost you little or nothing. നിനക്ക് വളരെ ചുരുങ്ങിയ ചെലവേ നിന്റെ കയ്യിൽ നിന്ന് ഇതിനു വേണ്ടി വരത്തുള്ളൂ. That could be a blessing in disguise. നിനക്കത് ഒരു വലിയ അനുഗ്രഹമല്ലേ നിന്റെ ആവശ്യത്തിന്റെ മധ്യേ. But then the other nature said, എൻ്റെ മനസ്സിന്റെ മറ്റേ പ്രകൃതം എന്നോട് പറഞ്ഞു, but pastor, how would it look അച്ഛാ, നീ ഈ മോഷ്ടിച്ച ടയറും കൊണ്ട് വണ്ടി ഓടിച്ചാൽ എങ്ങനെയിരിക്കും? for you to drive to your church every Sunday? ഈ സൺഡേയിലൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിലോട്ട് ഈ മോഷ്ടിച്ച ടയർ ഉപയോഗിച്ചാണ് നീ വണ്ടി ഓടിക്കുന്നതെങ്കിൽ, with stolen tires on your car. നിന്റെ ഈ വണ്ടിയിൽ ഇപ്രകാരമുള്ള ടയറാണ് നീ ഉപയോഗിക്കുന്നതെങ്കിൽ, And you're supposed to be the pastor? നീ അവിടുത്തെ അച്ഛനല്ലേ? But then the other spirit said, എന്നാൽ മറ്റേ ആത്മാവിനോട് പറഞ്ഞു, but don't you always sing that song? നീ എപ്പോഴും ഇത് പാടുന്നതല്ലേ? Anyway you bless me, Lord, I'll be satisfied. ഏതായാലും ദൈവമേ നീ എന്നെ അനുഗ്രഹിക്കണമേ, ഞാൻ സംതൃപ്തനാകും എന്നല്ലേ നീ പാടിയിട്ടുള്ളത്? Those two natures in me went back and forth. ഈ 2 പ്രകൃതത്തിലുള്ള വടംവലി എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാനായിട്ട് തുടങ്ങി. Over what was right and what was wrong. ഇതിൽ ഏതാണ് നല്ലത്, ശരിയായിട്ടുള്ളത്, ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? And on that particular occasion, ആ ഒരു സന്ദർഭത്തിൽ I managed to choose the right. ഏതായാലും ഞാൻ ശരിയായത് തന്നെ തിരഞ്ഞെടുത്തു. But there have been other instances in my life എന്നാൽ എൻ്റെ ജീവിതത്തിൽ മറ്റു പല അവസരങ്ങളിലും when the right decision escaped me. ഈ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ എനിക്ക് സാധിക്കാതെ വന്നിട്ടുള്ള അവസരങ്ങളുണ്ട്. But it is possible in Jesus Christ എന്നാൽ യേശുവിൽ അത് നമുക്ക് സാധ്യമായി തീരുന്നു. to choose the right. ശരിയായതിനെ തിരഞ്ഞെടുപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുന്നു. And each day when we choose the right, നമ്മൾ ഓരോ ദിവസവും ശരിയായിട്ടുള്ളതിനെ തിരഞ്ഞെടുക്കുമ്പോൾ we grow stronger in the Lord. നമ്മൾ കർത്താവിൽ കൂടുതൽ കൂടുതൽ ബലപ്പെടുന്നു. Whenever you choose what is good and right, നല്ലതും ശരിയായിട്ടുള്ളതും നീ തിരഞ്ഞെടുക്കുമ്പോൾ you have to fight your way to its glorious climax. നിന്റെ ജീവിതത്തിന്റെ പൂർത്തീകരണത്തിലേക്ക്, മഹത്വീകരണത്തിലേക്ക് നീ വളർന്നുകൊണ്ടിരിക്കുകയാണ്, പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. Good is achieved through battle. ഈ നന്മയെന്ന് പറയുന്നത് ഒരു പൊരുതലിൽ കൂടെ നിനക്ക് പ്രാപിക്കേണ്ടതാണ്. Whenever you choose the right, നീ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുമ്പോൾ you have to fight your way നിന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും പൊരുതി മുന്നോട്ട് പോകേണ്ടതായിട്ട് വരാം. through all kinds of oppositions, എല്ലാ രീതിയിലുള്ള പ്രതിസന്ധികളിലും, hindrances, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലും and criticism. നിനക്ക് പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകാം. But each good choice ഈ ഓരോ രംഗത്തും നീ ശരിയായത് തിരഞ്ഞെടുക്കുമ്പോൾ strengthens us for the next day. അടുത്ത ദിവസത്തേക്കുള്ള വളർച്ച നീ നടത്തുകയാണ്. In the real world, ഈ ശരിയായ നമ്മുടെ യാഥാർത്ഥ്യ ലോകത്തില് there is in me, എന്നിൽ even to this day, ഈ സമയത്ത് പോലും 2 natures, ഈ 2 പ്രകൃതങ്ങളുണ്ട്, 2 spirits 2 പ്രമാണങ്ങളുണ്ട്. that war with one another അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതിക്കൊണ്ടിരിക്കുകയാണ് from time to time. സമയങ്ങളില്. But thanks be to God, ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. I know I have been delivered in Jesus Christ. യേശു ക്രിസ്തുവിൽ ഞാൻ വിടുതൽ പ്രാപിച്ചിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. And I confess to you this day, ഈ ദിവസം തന്നെ
I am not all I want to be. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഇതുവരെ ആയി തീർന്നിട്ടില്ല എന്ന് സമ്മതിക്കുന്നു. I am not all I'm going to be. ഞാൻ ആകേണ്ടതുപോലെയും ആയി തീർന്നിട്ടില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. I am not all I ought to be. ഞാൻ പ്രതീക്ഷിക്കുന്നത് പോലെയും ആയി തീർന്നിട്ടില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. But thanks be to Jesus Christ. എന്നാൽ യേശുവിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. When I think about what I used to be, ഞാൻ ആയിരുന്ന അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ I'm so much better than I was. ഞാൻ ഇപ്പോൾ അതിലും കുറച്ചുകൂടെ Thanks മെച്ചമായിരിക്കുന്നു. be to God. യേശുവിൻ ദൈവത്തിന് സ്തോത്രം. And the people of God said, Amen. ജനങ്ങളൊക്കെയും ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ.